ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പുട്ട് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിൽ പകുതി ഞാനൊരു മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനും കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 2 തവണയായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യമത്തെ ബാച്ച് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു നുറുക്ക് ഗോതമ്പിൽ തവിടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചിട്ട് അരിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് വെച്ച് പുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിറയെ തവിടുണ്ട്. അപ്പോൾ ഈ തവിടൊന്ന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച നുറുക്ക് ഗോതമ്പിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മൊത്തത്തോടെയുള്ള ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാ സൈഡിലേക്കും ഒന്നാവണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം കൊണ്ട് ഒന്ന് നനച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് നനച്ചെടുക്കാൻ. ഗോതമ്പായാലും നുറുക്ക് ഗോതമ്പായാലും നമ്മൾ ഇതുപോലെ നനച്ചെടുക്കുമ്പോൾ കട്ട കട്ടയായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കുക. നമ്മൾ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന പോലെ ഇത് നന്നായിട്ട് നനഞ്ഞ് കിട്ടുകയില്ല. കട്ട കട്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മിക്സിയിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതിൻ്റെ കട്ടയൊക്കെ പോയി നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞും വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതിയാവും. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൊടിയായിട്ട് കിട്ടില്ല. അത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഭാഗത്തിനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് മിക്സിയിൽ കറക്കി എടുക്കുമ്പോൾ പൊടിയായിട്ട് തന്നെയാണുള്ളത്. ഒട്ടും വെള്ളമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് 1 സ്പൂൺ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കറക്കി നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും 1 സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കറക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈ ഒരു പൊടി നനച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പുട്ടുപൊടിയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ചിരകിയത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ആദ്യമേ പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പകുതി വരെ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു പകുതി ആവുന്നത് വരെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. വീണ്ടും പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ തേങ്ങ വെക്കുക. എന്നിട്ട് നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ പുട്ടിന് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയുള്ള പുട്ടാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എഴുതുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്